ആഗോള എണ്ണ വിപണിയുടെ കപ്പൽ ഗതാഗതത്തിന്റെയും ജീവനാഡിയായിട്ടുള്ള ഹോർമുസ് കടലിടുക്കിൽ പുതിയ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ ഇറാനും ഒമാനും സംയുക്തമായിട്ട് ഒരുങ്ങുന്നു എന്നുള്ള വാർത്ത പെന്റഗണിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. ലോകത്ത് വിതരണം ചെയ്യപ്പെടുന്ന എണ്ണയുടെ 20% കടന്നു പോകുന്ന ഈ ഒരു തന്ത്രപ്രധാന പാതയിൽ പുതിയ സമുദ്ര റൂട്ടുകൾ നിശ്ചയിക്കുന്നതിനുള്ള ചർച്ചകൾ ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്കാണ് നീങ്ങുന്നത്. ഈ ഹോർമുസിന്റെ നിയന്ത്രണം എനിക്ക് വേണം, അവിടുത്തെ ലാഭം എനിക്ക് കൊയ്യണം എന്ന് പറഞ്ഞ് അമേരിക്കയുടെ അല്ലെങ്കിൽ ട്രംപിന്റെ തലക്കിട്ടുകൊണ്ട് നല്ല കൊട്ടുകൊട്ടിയിട്ടാണ് ഇറാനും ഒമാനും കൂടി ഈ ഒരു നിർണായക ചർച്ചകൾ നടത്തി കൈകോർക്കുന്നത്. പരമ്പരാഗതമായിട്ട് US സഖ്യകക്ഷിയായ ഒമാനെ ഇത്തരമൊരു കരാറിലേക്ക് ആകർഷിക്കാൻ കഴിഞ്ഞത് അന്താരാഷ്ട്ര തലത്തിൽ ഇറാന്റെ വലിയൊരു നയതന്ത്ര വിജയമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. നിർദ്ദിഷ്ട കരാർ പ്രകാരം ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ യാത്രയിൽ വലിയ മാറ്റങ്ങളാണ് വരുന്നത്. ഗൾഫ് മേഖലയിലേക്ക് പ്രവേശിക്കുന്ന കപ്പലുകൾ ഇറാന്റെ തീരത്തോട് ചേർന്നുള്ള പാതയിലൂടെയും പുറത്തേക്ക് പോകുന്ന അല്ലെങ്കിൽ ഒമാന്റെ തീരത്തോട് ചേർന്നുള്ള പാതയിലൂടെയും സഞ്ചരിക്കണമെന്നാണ് പുതിയ വ്യവസ്ഥ. കൂടാതെ ഈ റൂട്ടിലൂടെ കടന്നു പോകുന്ന വാണിജ്യ കപ്പലുകളിൽ നിന്ന് ഇരു രാജ്യങ്ങളും തുല്യമായിട്ട് പങ്കിടുന്ന സേവന ഫീസ് ഈടാക്കണമെന്നും ഇറാനിയൻ ഉദ്യോഗസ്ഥർ അവകാശപ്പെടുകയാണ്. എന്നാൽ ഈ ഒരു ഫീസ് പിരിക്കാനുള്ള നീക്കത്തെ അമേരിക്കൻ ഉദ്യോഗസ്ഥർ എതിർക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം അമേരിക്കയ്ക്ക് ഇവിടെ ലാഭമില്ല, അമേരിക്കയുടെ നിയന്ത്രണം ഹോർമുസിൽ ഏർപ്പെടുത്താൻ കഴിയുന്നില്ല, അമേരിക്കയ്ക്ക് ഒന്നും തന്നെ ഈ ഹോർമുസിൽ ഇറാനെതിരെ ചെയ്യാൻ കഴിയുന്നില്ല. മാത്രമല്ല അവിടുത്തെ ലാഭം കൊയ്യാൻ ഓടി വന്നിട്ട് അവിടെ ആക്രമണം നടത്തി അവിടെ വലിയ ബഹളമൊക്കെ ഉണ്ടാക്കി ഈ ആക്രമണവും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ടും അവിടെ ഇറാന് ഒന്നും തന്നെ ചെയ്യാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞില്ല എന്നതാണ് മറ്റൊരു സത്യം. ഇനി ഈ ഹോർമുസ് കടലിടുക്കിലെ നേരിയ ചലനങ്ങൾ പോലും ലോകമെമ്പാടുമുള്ള ഇന്ധന വിലയെയും വ്യാപാരത്തെയും ബാധിക്കുമെന്നതിനാൽ ഈ ചർച്ചകളെ ആഗോള ഗവൺമെന്റുകളും ഊർജ്ജ വിപണികളും അതീവ ജാഗ്രതയോടെയാണ് നിരീക്ഷിക്കുന്നത്. അമേരിക്കയെ പൂർണ്ണമായിട്ട് ഒഴിവാക്കിക്കൊണ്ട് ഇറാൻ നടത്തുന്ന ഈ ഒരു നീക്കം മേഖലയിലെ ഭൗമരാഷ്ട്രീയ സമവാക്യങ്ങളെ മാറ്റിമറിച്ചേക്കാം. ചർച്ചകൾ വിജയകരമായിട്ട് പൂർത്തിയായാൽ അത് ആഗോള ഷിപ്പിംഗ് രംഗത്തും എണ്ണ വ്യാപാരത്തിലും വലിയ പുനർനിർണയങ്ങൾക്ക് വഴി തുറക്കും. ഇനി ന്യൂയോർക്ക് ടൈംസ് പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരമാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. അതായത് ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാനും ഒമാനും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചകൾ അതിന്റെ അന്തിമ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇവിടെയാണ് പെന്റഗണും അമേരിക്കയും ട്രംപും എല്ലാം ഒരേപോലെ തേഞ്ഞുപോയത്. മേഖലയിലെ സമുദ്ര സുരക്ഷ ഉറപ്പാക്കുന്നതിനോടൊപ്പം തന്നെ ഇരു രാജ്യങ്ങളുടെയും പരമാധികാരം സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ കപ്പൽ ഗതാഗത ചട്ടക്കൂട് രൂപീകരിക്കുന്നത്. പരമ്പരാഗതമായിട്ട് US സഖ്യകക്ഷിയായ ഒമാൻ അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് ഇറാന്റെ നിർദ്ദേശങ്ങളോട് അനുകൂലമായിട്ട് പ്രതികരിക്കുന്നത് വാഷിംഗ്ടണിനെ കടുത്ത നയതന്ത്ര പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. ഈ നിർദ്ദിഷ്ട പുതിയ സമുദ്ര ക്രമീകരണം നിലവിൽ വന്നു കഴിഞ്ഞാൽ ദശാബ്ദങ്ങളായിട്ട് തുടരുന്ന ഹോർമുസ് കടലിടുക്കിലെ യാത്രാ രീതികൾ പൂർണ്ണമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. പുതിയ വ്യവസ്ഥ പ്രകാരം പേർഷ്യൻ ഗൾഫിലേക്ക് പ്രവേശിക്കുന്ന എല്ലാ വാണിജ്യ കപ്പലുകളും ഇറാന്റെ തീരപ്രദേശത്തോട് ഏറ്റവും അടുത്തുള്ള പ്രത്യേക ഇടനാഴിയിലൂടെ മാത്രമേ സഞ്ചരിക്കാൻ പാടുള്ളൂ. അതേസമയം തന്നെ ഗൾഫ് മേഖലയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന കപ്പലുകൾ ഒമാന്റെ തീരത്തോട് ചേർന്നുള്ള റൂട്ടും ഉപയോഗിക്കേണ്ടി വരും. കരാറിലെ ഏറ്റവും വിവാദപരമായിട്ടുള്ള വ്യവസ്ഥ തന്ത്രപ്രധാനമായിട്ടുള്ള ഈ ഒരു കപ്പൽ ഇടനാഴി ഉപയോഗിക്കുന്ന വാണിജ്യ കപ്പലുകളിൽ നിന്നും ഈ സേവന ഫീസ് ഈടാക്കുമെന്ന ഇറാന്റെ പ്രഖ്യാപനമാണ്. ഇതാണ് അമേരിക്കയെ ചൊടിപ്പിക്കുന്നത്. ഇത്തരത്തിൽ കപ്പലുകളിൽ നിന്ന് ലഭിക്കുന്ന വൻ വരുമാനം ഇറാനും ഒമാനും തുല്യമായിട്ട് വീതിച്ചെടുക്കാനാണ് ധാരണയായിരിക്കുന്നത്. ഇറാൻ ഇതിനെ തങ്ങളുടെ പരമാധികാര അവകാശങ്ങളുമായിട്ട് ഉയർത്തിക്കാട്ടുമ്പോൾ അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിൽ ഇത്തരം ഫീസുകൾ അടിച്ചേൽപ്പിക്കാൻ ഇറാന് നിയമപരമായിട്ടുള്ള അവകാശമില്ല എന്നാണ് അമേരിക്കൻ ഉദ്യോഗസ്ഥർ വാദിക്കുന്നത്. ഈ പറയുന്നവർ തന്നെയാണ് അവിടെ നിയന്ത്രണം കൊണ്ടുവരുമെന്നും ഞങ്ങൾ ടോൾ പിരിവ് നടത്തുമെന്നും പറയുന്നത്. അതും കൂടി ശ്രദ്ധിക്കണം. എന്തായാലും ഇറാനെ സാമ്പത്തികമായിട്ട് തകർക്കുക എന്ന ലക്ഷ്യത്തോടെ അമേരിക്കൻ നാവികസേന മേഖലയിൽ ശക്തമായിട്ടുള്ള കപ്പൽ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ നിർണായക ചർച്ചകൾ പുരോഗമിക്കുന്നത്. ഇനി ഇറാന്റെ തുറമുഖങ്ങളിലേക്ക് പോകുന്നതോ അവിടെ നിന്ന് വരുന്നതോ ആയ കപ്പലുകളെ ലക്ഷ്യമിട്ട് US സെൻട്രൽ കമാൻഡ് കടുത്ത നിയന്ത്രണങ്ങളാണ് കടലിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ വാണിജ്യ കപ്പലുകളെ ഭീഷണിപ്പെടുത്തിയും ബലം പ്രയോഗിച്ചും വഴിതിരിച്ചു വിടാനാണ് അമേരിക്ക തങ്ങളുടെ ഉപരോധം നിലവിൽ നടപ്പിലാക്കുന്നത്.
മേഖലയിലെ നിലവിലെ സംഘർഷാവസ്ഥ വ്യക്തമാക്കുന്ന റേഡിയോ ഓഡിയോ സന്ദേശങ്ങൾ US സെൻട്രൽ കമാൻഡ് അടുത്തിടെ പുറത്തുവിടുകയുണ്ടായി. ഇറാന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ തയ്യാറാകുന്ന വാണിജ്യ കപ്പലുകൾക്ക് US യുദ്ധക്കപ്പലുകൾ നേരിട്ട് കടുത്ത മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. അമേരിക്കൻ നിർദ്ദേശങ്ങൾ ലംഘിച്ചാൽ സൈനിക ബലം ഉപയോഗിച്ച് കപ്പലുകൾ തടയുമെന്നും കപ്പലിന്റെ പ്രവർത്തനം നിർവീര്യമാക്കുമെന്നുമാണ് US സൈന്യത്തിന്റെ ഔദ്യോഗിക ഭീഷണി. അമേരിക്കൻ സൈന്യത്തിന്റെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഇറാന്റെ സമുദ്ര വ്യാപാരം തടസ്സപ്പെടുത്താൻ വലിയ രീതിയിലുള്ള സൈനിക ഇടപെടലുകളാണ് നടത്തുന്നത്. ഉപരോധത്തിന്റെ ഭാഗമായിട്ട് ഓഗസ്റ്റ് ആദ്യവാരം വരെയുള്ള കണക്കുകൾ പ്രകാരം 44 വാണിജ്യ കപ്പലുകളെ അമേരിക്കൻ നാവികസേന നിർബന്ധിതമായിട്ട് വഴിതിരിച്ചു വിട്ടിട്ടുണ്ട്. ഈ നിർദ്ദേശങ്ങൾ പാലിക്കാൻ വിസമ്മതിച്ച 2 കപ്പലുകളെ കടലിൽ വെച്ച് നാവികസേന നിർവീര്യമാക്കുകയും ചെയ്തു. മറ്റ് 2 കപ്പലുകളിൽ US സൈനികർ നേരിട്ട് അതിക്രമിച്ചു കയറി പരിശോധന നടത്തുകയും ചെയ്തു. വെറും ഒരു സാധാരണ ഉപരോധം എന്നതിനപ്പുറം അത്യാധുനിക യുദ്ധക്കപ്പലുകളെ ഉപയോഗിച്ച് വാണിജ്യ കപ്പലുകളെ ഭീഷണിപ്പെടുത്തുന്ന കടുത്ത സൈനിക നീക്കമാണ് അമേരിക്കയുടേതെന്ന് ഇറാൻ ആരോപിക്കുന്നു. ഏത് കപ്പലുകൾ ഇറാന്റെ തുറമുഖങ്ങളിൽ അടുക്കണം എന്നത് തീരുമാനിക്കുന്നത് അമേരിക്കൻ നാവികസേനയാണ്. എന്നാൽ ഈ മേഖലയിലെ സുരക്ഷിതമായിട്ടുള്ള കപ്പൽ ഗതാഗത സ്വാതന്ത്ര്യം സംരക്ഷിക്കാനും ടെഹ്റാനെ സമ്മർദ്ദത്തിലാക്കാനും ഈ സൈനിക നീക്കം അനിവാര്യമാണെന്നാണ് പെന്റഗണിന്റെ നിലപാട്. കഴിഞ്ഞ മാസങ്ങളിൽ മേഖലയിലുണ്ടായ കടുത്ത സൈനിക സംഘർഷങ്ങൾ ഹോർമുസ് കടലിടുക്കിന്റെ സുരക്ഷാ അന്തരീക്ഷത്തെ പൂർണ്ണമായിട്ടും മാറ്റിമറിച്ചതായിട്ട് ഇറാൻ വ്യക്തമാക്കുന്നു. മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന പ്രവർത്തന ശൈലിക്ക് ഹോർമുസ് കടലിടുക്ക് ഇനി ഒരിക്കലും മടങ്ങിപ്പോകില്ല എന്ന് ഇറാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ശത്രു രാജ്യങ്ങൾ തങ്ങൾക്കെതിരെ ഈ ഒരു അന്താരാഷ്ട്ര പാത ദുരുപയോഗം ചെയ്യുന്നത് തടയാൻ പുതിയൊരു ശക്തമായിട്ടുള്ള സുരക്ഷാ സംവിധാനം അനിവാര്യമാണെന്നാണ് ഇറാന്റെ വാദം. ഹോർമുസ് കടലിടുക്കിന്റെ തീരദേശത്തുള്ള കപ്പലുകളുടെ സുരക്ഷിതമായിട്ടുള്ള കടന്നുപോകൽ ഉറപ്പാക്കാൻ ഇറാനും ഒമാനും നിയമപരമായിട്ട് ബാധ്യസ്ഥരാണെന്ന് ഇറാൻ വ്യക്തമാക്കുന്നുണ്ട്. തങ്ങളുടെ പരമാധികാര അവകാശങ്ങളെ പൂർണ്ണമായിട്ടും ബഹുമാനിക്കുന്ന ഒരു സംവിധാനമാണ് ഒമാനുമായിട്ട് ചേർന്ന് വികസിപ്പിക്കുന്നത്. ഈ ചർച്ചകൾ തികച്ചും ഉഭയകക്ഷിയാണെന്നും ഇതിൽ ഇടപെടാൻ അമേരിക്ക ഉൾപ്പെടെയുള്ള മറ്റ് യാതൊരു മൂന്നാം കക്ഷിക്കും അവകാശമില്ല എന്നും ഇറാൻ ശക്തമായിട്ട് വാദിക്കുന്നുണ്ട്. മേഖലയിലെ സംഘർഷം രൂക്ഷമായതോടെ അമേരിക്കയ്ക്ക് തങ്ങളുടെ സൈനിക താവളങ്ങൾ വിട്ടു നൽകിയ ചില യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇറാൻ കടുത്ത മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു. ഇറാന്റെ സൈനിക പ്രത്യാക്രമണം ഭയന്ന് തങ്ങൾ അമേരിക്കയുടെ യുദ്ധത്തിൽ യാതൊരു പങ്കും വഹിക്കുന്നില്ല എന്ന് ഈ രാജ്യങ്ങൾ ടെഹ്റാനെ ഔദ്യോഗികമായിട്ട് അറിയിച്ചിട്ടുണ്ട്. ഒമാനുമായുള്ള കരാർ പൂർണ്ണമാകുന്നതോടെ ആഗോള എണ്ണ വിതരണ ശൃംഖലയിലും പശ്ചിമേഷ്യൻ ഭൗമരാഷ്ട്രീയത്തിലും ഇറാന്റെ സ്വാധീനം വലിയ തോതിൽ വർദ്ധിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഇറാന്റെ അല്ലെങ്കിൽ കയ്യിലാണ് ഈ ഹോർമുസ് കടലിടുക്ക് എന്ന് പറയുന്നത്. അവിടെയാണ് അമേരിക്കയ്ക്കും അതുപോലെ തന്നെ ട്രംപിനും ഒന്നും ചെയ്യാൻ കഴിയാതെ പോകുന്നത്. ആ ഹോർമുസ് കടലിടുക്ക് പിടിച്ചെടുക്കാൻ വേണ്ടി എല്ലാ പണിയും നോക്കിയിട്ടും അവിടെ പരാജയമാണ് അമേരിക്കൻ സൈന്യത്തിന് ഉണ്ടായത്. എങ്കിൽ പോലും ആ ഒരു ഹോർമുസ് കടലിടുക്ക് ആർക്കും കൊടുക്കില്ല, തങ്ങളുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് അമേരിക്ക ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇറാൻ തിരിച്ചടിക്കുമ്പോൾ ഇറാനൊപ്പം ലാഭം കൊയ്യാൻ വേണ്ടിയിട്ട് ഒമാൻ വന്നിരിക്കുകയാണ്. ഇവിടെയാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം. ദശാബ്ദങ്ങളായിട്ട് അമേരിക്കയുടെ സഖ്യകക്ഷിയായിരുന്ന ഒമാൻ ഇറാനുമായിട്ട് കൈകോർക്കുമ്പോൾ ഏത് രീതിയിലായിരിക്കും അമേരിക്ക പ്രതികരിക്കുക എന്നതാണ് നോക്കിക്കാണേണ്ടത്. എന്നിരുന്നാലും ഒമാനും ഇറാനും കൈകോർക്കുമ്പോൾ അവിടെ പൊടിയുന്നത് അമേരിക്കയുടെ സ്വപ്നങ്ങളാണ്.